ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറേയധികം പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഒക്കെ കുറേയധികം പേര് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രാൻസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻസും അതുപോലെ തന്നെ മത്സരിക്കുന്ന പാർട്ടികൾ, അവരുടെ ഐഡിയോളജീസ്, ഇനി അത് ഇമിഗ്രേഷൻ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള കുറേയധികം ടോപ്പിക്സ് നമ്മളിപ്പോൾ കാണാറുണ്ട്. സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രാൻസിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് വരാൻ നിൽക്കുന്നവരാണ്, അങ്ങനെ ഒരു പ്ലാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഇപ്പൊ നിലവിൽ ഫ്രാൻസിലെ ലോവർ ഹൗസിലേക്കുള്ള ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്നാപ്പ് ഇലക്ഷൻ ആയിരുന്നു, പെട്ടെന്നുണ്ടായ ഒരു ഇലക്ഷൻ. പ്രസിഡന്റ് മാക്രോൺ ഇവിടുത്തെ നാഷണൽ അസംബ്ലി പെട്ടെന്ന് പിരിച്ചുവിടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നൊരു സ്നാപ്പ് ഇലക്ഷൻ വെച്ചു. ഫസ്റ്റ് റൗണ്ട് ഓൾറെഡി കഴിഞ്ഞു, സെക്കൻഡ് റൗണ്ട് ഈ വരുന്ന ഞായറാഴ്ചയാണ്. അപ്പം എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു സ്നാപ്പ് ഇലക്ഷൻ ഉണ്ടായതും, എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഫ്രാൻസിൽ കുറേയധികം പ്രൊട്ടസ്റ്റുകളും കുറേയധികം സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സോ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള, യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഫ്രാൻസിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ഷൻസ് ആയിട്ടുള്ള യൂറോപ്യൻ ഇലക്ഷൻസ് ഇവിടെ നടന്നു കഴിഞ്ഞപ്പം ഇവിടുത്തെ നിലവിലത്തെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള റെനേസൻസ് പാർട്ടി അല്ലെങ്കിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടിക്ക് വലിയൊരു തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത്. ഏകദേശം 15% മാത്രം വോട്ട് ഷെയർ അവർക്ക് കിട്ടിയുള്ളൂ. അതേസമയം അവരുടെ എതിർ പാർട്ടിയായിട്ടുള്ള മാരിൻ ലെപ്പൻ നയിക്കുന്ന നാഷണൽ റാലിക്ക് ഏകദേശം 32% വോട്ടുകൾ ഉണ്ടായി. അപ്പൊ ഈ ഒരു കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു സ്നാപ്പ് ഇലക്ഷൻ വെക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇതൊരിക്കലും ഒരു സഡൻ ഡിഫീറ്റിൽ അല്ലെങ്കിൽ സഡൻ വോട്ട് ഷെയറിലുണ്ടായ ഡിഫീറ്റിന്റെ സർപ്രൈസിന്റെ പുറത്ത് വെച്ച ഇലക്ഷൻ ഒന്നും ആയിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സഡൻ ഷോക്കിന്റെ പുറത്ത് വെച്ച ഇലക്ഷൻ ഒന്നും ആയിരുന്നില്ല. ഓൾറെഡി 2022 ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് അറിയാമായിരുന്നു ഇവരുടെ പാർട്ടി ഒരു ഡിഫീറ്റിലേക്കാണ്, അല്ലെങ്കിൽ ഒരു വോട്ട് ഷെയറിലുള്ള കുറവിലേക്കാണ് പോകുന്നത് ഇവർക്ക് അറിയാമായിരുന്നു. അതിനുള്ള കാരണം 2-3 കാരണങ്ങളുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണയും വീണ്ടും പ്രസിഡന്റ് ആകുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഭരിക്കുമ്പോൾ എന്തായാലും ആളുകളിൽ പൊതുവെ ഇനി വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു മെന്റാലിറ്റി വരും. അത് മാത്രമല്ല, ഇപ്പം യൂറോപ്പിലെന്നല്ല ബാക്കി എല്ലാ വെസ്റ്റേൺ രാജ്യങ്ങളിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇമിഗ്രേഷൻ റൂൾസിന്റെ പേരിൽ എല്ലാ രാജ്യങ്ങളിലും റൈറ്റ് വിംഗ് പാർട്ടികളോടൊരു താല്പര്യം ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. സോ ഈ ഒരു 2 കാര്യങ്ങളുടെ ബേസിലാണ് ഇവരൊരു ഡിഫീറ്റ് പ്രതീക്ഷിച്ചതും അങ്ങനെ ഡിഫീറ്റ് ഇപ്പൊ നിലവിൽ കിട്ടിയതും. സോ അതിന്റെ പുറത്ത് വെച്ച ഈ ഒരു സ്നാപ്പ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ട്രിക്കി ഇലക്ഷൻ ആണ്. ഇതൊരു 2 റൗണ്ട് ഇലക്ഷൻ ആണ്. ഈ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്നാപ്പ് ഇലക്ഷന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് റൗണ്ടിൽ ആർക്കും മെജോറിറ്റി ഇല്ല എങ്കിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകും. പക്ഷെ ആദ്യത്തെ റൗണ്ടിൽ മത്സരിച്ച എല്ലാ പാർട്ടികൾക്കും സെക്കൻഡ് റൗണ്ടിൽ മത്സരിക്കാൻ പറ്റണമെന്നില്ല. അതായത് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയ 2 പാർട്ടിയും അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ 12% കൂടുതൽ വോട്ട് കിട്ടിയ പാർട്ടിയുമായിരിക്കും സെക്കൻഡ് റൗണ്ട് സ്നാപ്പ് ഇലക്ഷനിലേക്ക് പോവുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ എല്ലാ കാലവും സ്നാപ്പ് ഇലക്ഷൻസ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സെൻട്രൽ പാർട്ടികളെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പെട്ടെന്നൊരു സ്നാപ്പ് ഇലക്ഷൻ വെച്ചത്. ഇവിടുത്തെ സാഹചര്യത്തിൽ ഫസ്റ്റ് റൗണ്ടിൽ മാരിൻ ലെപ്പന്റെ പാർട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട്. സെക്കൻഡ് വന്നത് പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അലയൻസിനാണ് സെക്കൻഡ് വന്നത്. മൂന്നാമതാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടിക്കാണ്. അപ്പൊ ഈ ഒരു 3 പാർട്ടികളും സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നു. സെക്കൻഡ് റൗണ്ടിലേക്ക് ഇങ്ങനെ 3 പാർട്ടി പോകുന്ന സാഹചര്യത്തിൽ മാരിൻ ലെപ്പന്റെ പാർട്ടി ഒബ്വിയസ്ലി ഒരു സൈഡിലുണ്ടാവും. മറ്റ് സൈഡിൽ ഈ 2 പാർട്ടി, അതായത് ലെഫ്റ്റ് ഐഡിയോളജിയുള്ള ആ ഒരു അലയൻസും ഈ ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടിയും ഇപ്പൊ തന്നെ നിലവിൽ ഒരുമിച്ച് ചേർന്ന് സെക്കൻഡ് റൗണ്ടിൽ മാരിൻ ലെപ്പന്റെ റൈറ്റ് വിംഗ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഫാർ റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്കെതിരെ ഒരുമിച്ച് മത്സരിക്കാനുള്ള പ്ലാനിങ് ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയാലും ഫസ്റ്റ് റൗണ്ടിൽ രണ്ടാമത് വന്ന ആ ഒരു ലെഫ്റ്റ് ഐഡിയോളജി ഉള്ള പാർട്ടികൾ എന്തായാലും റൈറ്റ് വിംഗ് പാർട്ടി ആയിട്ടുള്ള മാരിൻ ലെപ്പന്റെ പാർട്ടിയുടെ അടുത്തേക്ക് പോകത്തില്ല. പിന്നെ ഉള്ളത് നിലവിൽ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിന്റെ പാർട്ടി മാത്രമേ പിന്നെയുള്ളൂ. സോ ഒബ്വിയസ്ലി രണ്ടാമത്തെ റൗണ്ടിൽ എങ്ങനെയായാലും ഈ 2 പാർട്ടികളും, ലെഫ്റ്റ് ഐഡിയോളജി ഉള്ള പാർട്ടി സെൻട്രലിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ 2 പാർട്ടികളും കൂടെ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ഫാർ റൈറ്റ് അല്ലെങ്കിൽ മാരിൻ ലെപ്പന്റെ പാർട്ടിക്കെതിരെ പോരാടാം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലാണ് നിലവിൽ എത്തി നിൽക്കുന്നത്. സോ എന്തായാലും ഈ ഞായറാഴ്ചയാണ് ആ ഒരു ഇലക്ഷൻസ് വരുന്നത്. നമുക്ക് കണ്ടറിയാം റിസൾട്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. നിലവിലത്തെ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്നാപ്പ് ഇലക്ഷൻസിന്റെ ഫസ്റ്റ് റൗണ്ടിൽ സെൻട്രൽ പാർട്ടികൾക്ക് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിൽ കൂടി സെക്കൻഡ് റൗണ്ടിൽ അവർക്ക് കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടറിയാം റിസൾട്ട്സ് എങ്ങനെയാണെന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം പ്രൊട്ടസ്റ്റും കുറേയധികം നമ്മൾ പുറത്തു നിന്നുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ്, അതായത് ഫ്രഞ്ച് നാഷണൽസ് അല്ലാത്ത ആൾക്കാർ എന്തുകൊണ്ടാണ് കൺസേൺഡ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വേറൊന്നുമല്ല. നമുക്ക് ഇവിടെയുള്ള കണക്കുകൾക്ക് പ്രകാരം ഫാർ
റൈറ്റ് അല്ലെങ്കിൽ നാഷണൽ റാലിയാണ് വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്പീച്ചുകളും അവരുടെ ആ ഒരു ഐഡിയോളജിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് ഫസ്റ്റ് എന്നാണ്. അതായത് അവരുടെ പ്രസംഗങ്ങളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ തന്നെ അവരുടെ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് ഫ്രാൻസിസ് ഫോർ ഫ്രഞ്ച് എന്ന്, ഓൾ ഈസ് ഫോർ ഫ്രഞ്ച് എന്നൊക്കെ ഉള്ള കുറേയധികം മോട്ടോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവർ അങ്ങനെ തന്നെയാണ്, അവരൊരു നാഷണലിസ്റ്റ് പാർട്ടിയാണ്, ഒരു എന്താ പറയുക ഫാർ റൈറ്റ് പാർട്ടി തന്നെയാണ് മരീൻ ലെ പെൻ നയിക്കുന്ന നാഷണൽ റാലി. അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഗവേണൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഫ്രഞ്ചുകാർ അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻസിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ ഫ്രാൻസിനെ തലകീഴായിട്ട് മറിക്കാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ എങ്കിലും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു ഇമിഗ്രേഷൻ, അതായത് ലീഗൽ ഇമിഗ്രേഷൻ ആണെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആണെങ്കിലും അതിനകത്ത് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് അവർ എന്തായാലും കൊണ്ടുവരും. അതിലൊരു മാറ്റവും ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഇവിടെ പെട്ടെന്നൊരു സ്നാപ്പ് ഇലക്ഷൻ വന്നതെന്നും ഈ സ്നാപ്പ് ഇലക്ഷൻസിൽ മത്സരിക്കുന്ന പാർട്ടികൾ ഏതൊക്കെയാണെന്നും ആ ഒരു പാർട്ടികളുടെ ഐഡിയോളജി ഏതൊക്കെയാണെന്നും ഇനി ഇതിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അവരുടെ ആ ഒരു വേ ഓഫ് ഗവേണിംഗ് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല. നമ്മൾ മിക്കപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. നമ്മളിവിടെ വന്നെങ്കിൽ വന്ന കാര്യം നോക്കുക, അല്ലാതെ ഇവിടുത്തെ പൊളിറ്റിക്സിലേക്കും ഇവിടുത്തെ കൾച്ചറിലേക്കും ഇറങ്ങിച്ചെന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മളിവിടെ പഠിക്കുക, അതിനുശേഷം ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുക, റൂൾസും റെഗുലേഷൻസും ഒന്നും വയലേറ്റ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ മാക്സിമം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. ആ ഒരു ചിന്തയിലൂടെ ചിന്തിക്കാനാണ് എനിക്കും പേഴ്സണലി താല്പര്യമുള്ളത്. കൂടുതലായിട്ട് ഈ ഒരു ഇലക്ഷന്റെ കാര്യങ്ങളെ പറ്റി പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഞായറാഴ്ച ഈ ഒരു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നമുക്ക് മേ ബി ഒരു അപ്ഡേറ്റ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടോ റീൽസ് ആയിട്ടോ നമുക്ക് ഷെയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഫാക്ട് ആണെന്നാണ്, അല്ലെങ്കിൽ ഇതൊരു ഒഴിച്ചുകൂടാനാവാത്തൊരു അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ രാജ്യങ്ങളിലും അവരുടെ സിറ്റിസൺസിനായിരിക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും അവരുടെ സിറ്റിസൺസും അവരുടെ കൾച്ചറിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ വരുന്ന അവസരത്തിൽ ഇതുപോലുള്ള റിസൾട്ട്സും ഇതുപോലുള്ള പാർട്ടികളും എമർജ് ചെയ്ത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ എങ്കിലും പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ന്യൂട്രൽ ആയി നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കൂടി ഈ ഒരു ഫാർ റൈറ്റ് പാർട്ടിയുടെ ഐഡിയോളജിയൊക്കെ ഭയങ്കര എക്സ്ട്രീമാണ്. റിലീജിയസ് ആയിട്ടും റേസ് പരമായിട്ടും കുറേയധികം ഡിഫറെന്റ് കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാണ് ഫാർ റൈറ്റ് പാർട്ടി. സോ പേഴ്സണലി എനിക്കും ആ ഒരു പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ഇവിടെയില്ല. കാരണം പിന്നെയും കൂടുതൽ അധികാരത്തിൽ പിന്നെയും ഒരു ലെഫ്റ്റ് അലയൻസോ അല്ലെങ്കിൽ സെൻട്രൽ ഇപ്പം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സെൻട്രൽ പാർട്ടികൾ വന്നാൽ മതിയെന്നാണ് എനിക്കും പേഴ്സണലി ഉള്ളത്. കാര്യം അത് എല്ലാവരെയും കോമൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴും അതുപോലെ തന്നെ ന്യൂട്രലായിട്ട് ചിന്തിക്കുമ്പോഴും ഒക്കെ അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ്. സോ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇതൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഫീൽ ഫ്രീ ടു കമന്റ്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. സോ ഗൈസ്, അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ഞായറാഴ്ച ഇവിടെ സെക്കൻഡ് റൗണ്ട് സ്നാപ്പ് ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്തായാലും ഒരു ഗസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സെൻട്രൽ പാർട്ടിയും അതായത് മാക്രോണിന്റെ പാർട്ടിയും ലെഫ്റ്റ് അലയൻസും കൂടെ വിജയിച്ച് പ്രൈം മിനിസ്റ്ററെ അവർ തന്നെ ഇപ്പം നിലവിലുള്ള പ്രൈം മിനിസ്റ്ററാണ് നിലനിൽക്കുമെന്നാണ് തോന്നുന്നത്. ബട്ട് ലെറ്റ് സി, എന്തായാലും നോക്കാം. പക്ഷെ ഇത് ഓർത്ത് ഈ ഒരു വീഡിയോയുടെ ബേസിലോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ബേസിലോ ഓർത്ത് നിങ്ങൾ ആരും ഓവർ കൺസേൺ ആവേണ്ട ഒരാവശ്യമില്ല. ഞാൻ ഈ കുറെ നാളായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നതിന്റെ വേറൊരു കാര്യം, ഇങ്ങനൊരു വീഡിയോ ചെയ്ത് കുറേയധികം പേരെ പേടിപ്പിക്കേണ്ട എന്നുകൂടി വിചാരിച്ചിട്ടാണ്. പേടിക്കാനുള്ളതൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഇവിടെ വന്ന കാര്യം നോക്കുക, പഠിക്കാൻ വന്നെങ്കിൽ പഠിക്കുക, ജോലി ചെയ്യാമെന്നെങ്കിൽ ജോലി ചെയ്യുക. നല്ലൊരു റിലേഷൻ ഫ്രഞ്ചുകാരായിട്ടാണെങ്കിലും ഇവിടുത്തെ കൾച്ചറായിട്ടാണെങ്കിലും നല്ലൊരു റിലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. സോ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ കുറേയധികം പേര് ഇപ്പോഴും ഈ ഒരു കോളേജ് നല്ലതാണോ അങ്ങനെ ചോദിച്ച് കുറേയധികം കമൻസ് ഇങ്ങനെ യൂട്യൂബിൽ ഇടാറുണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിൽ നമുക്കൊരു കോളേജ് മോശമാണെന്നോ നല്ലതാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞാൻ രണ്ടിനെ പറ്റിയും ഒന്നും ഒരിക്കലും പറയാറില്ല. കോളേജ് നല്ലതാണോ മോശമാണോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അക്രഡിറ്റേഷനും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെയും കോൺടാക്ട് ചെയ്യുക. എനിക്ക് പേഴ്സണലി അത് കമന്റ് സെക്ഷനിൽ പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും നേരം വീഡിയോ ഉണ്ട്. എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു. എല്ലാവരോടും താങ്ക് യു. ബൈ ബൈ.